സസ്പെൻസുകൾക്ക് വിട. 24 മണിക്കൂറിനുള്ളിൽ നിർണായക പ്രഖ്യാപനം രാജ്യം കേൾക്കും. അതുവരെ ഒന്ന് കാത്തിരിക്കൂ. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേശിന്റെ വാക്കുകളിലേക്കാണ് ഇപ്പോൾ മോദി അടക്കമുള്ള കേന്ദ്ര പ്രാദേശിക നേതാക്കളുടെ കണ്ണും കാതും. ആ 24 മണിക്കൂറിന് ശേഷം മറ്റു പല നിർണായക പ്രഖ്യാപനങ്ങളും നമ്മൾക്ക് കേൾക്കാം. BJP പുറത്തു വിടാതിരിക്കുന്ന പേരുകളൊക്കെയും കുടഞ്ഞെറിഞ്ഞ് പുറത്തേക്ക് എത്തുക തന്നെ ചെയ്യും. അത് നമുക്ക് കാണാം. ആകെ കാത്തിരിക്കേണ്ടത് 24 മണിക്കൂർ മാത്രമാണ്. അതിനിടയിൽ രാഹുലിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ട് അമേഠിയിലെ ജനത കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം വരെ തുടങ്ങിയിരിക്കുന്ന ഘട്ടത്തിലാണ് ജയറാം രമേശ് കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠി റായ്ബറേലി സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രതികരിച്ച് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്തെത്തുകയാണ്. 2 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം വരുമെന്നും അതുവരെ പ്രചരിക്കുന്നതെല്ലാം വ്യാജമായ വിവരങ്ങളാണ് എന്നുമാണ് ജയറാം രമേശ് പറഞ്ഞു വെച്ചത്. ഒപ്പം തന്നെ മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്തല്ല കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. റായ്ബറേലിയിൽ ഇതുവരെയും BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജയറാം രമേശ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ സ്മൃതി ഇറാനിക്ക് ആകെ നോക്കാനുള്ളത് സിറ്റിംഗ് MP ആയി നിൽക്കുന്ന അമേഠി മണ്ഡലം മാത്രമാണ്. കഴിഞ്ഞ തവണ രാഹുലിനെ തോൽപ്പിച്ച് എന്ന ഒറ്റ കാരണത്താൽ കിട്ടിയ മന്ത്രി കുപ്പായവും പൊക്കിപ്പിടിച്ചുകൊണ്ട് സ്മൃതി ആ മണ്ഡലത്തിന്റെ 4 അതിർത്തിക്കുള്ളിൽ കടന്നുകൊണ്ട് തലങ്ങും വിലങ്ങും പ്രചാരണം നടത്തുന്നത് പോലെ അല്ല രാഹുലിന്റെ കാര്യം. അദ്ദേഹം കോൺഗ്രസ് എന്ന് പറയുന്ന പാരമ്പര്യം ഏറെ പേറുന്ന പാർട്ടിയുടെ ദേശീയ നേതാവാണെന്നേ. അതുകൊണ്ട് തന്നെ ഈ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന 95 ലക്ഷം സ്ഥാനാർത്ഥികളിലേക്കും അദ്ദേഹത്തിന് എത്തേണ്ടതുണ്ട്. അഥവാ രാജ്യം മുഴുവനും എത്തണം. അവിടെ വോട്ടറെ മാത്രമല്ല രാഹുൽ കാണുന്നത്, നീതി ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരിലേക്കും എത്തണം. അത് കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ. അതുപോലെ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും. അതുകൊണ്ട് കൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഇത്ര കണ്ട് കാലതാമസം പിടിക്കുന്നത്. അതേസമയം അമേഠി റായ്ബറേലി സീറ്റുകളിൽ സസ്പെൻസ് തുടരുമ്പോഴും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതുവരെ മത്സര സന്നദ്ധത അറിയിച്ചിട്ടില്ല. വയനാട് ഉപേക്ഷിക്കുമെന്ന്, കുടുംബാധിപത്യം ശക്തിപ്പെടുത്തുമെന്നുള്ള BJP ആക്ഷേപങ്ങളാണ് രാഹുലിനെയും പ്രിയങ്കയെയും പിന്നോട്ടടിക്കുന്നത്. കോൺഗ്രസ് പ്രഖ്യാപനത്തിന് പിന്നാലെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് BJPയുടെ നീക്കം. മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അമേഠി റായ്ബറേലി സീറ്റുകളിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ജയറാം രമേശ് വ്യക്തമാക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഹുലും പ്രിയങ്കയും സന്നദ്ധത അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. വയനാട് ഉപേക്ഷിച്ച് ഉത്തരേന്ത്യയിലെ മണ്ഡലത്തിലേക്ക് പോകുമെന്ന BJPയുടെ ആരോപണമാണ് രാഹുൽ ഗാന്ധിയുടെ മൗനത്തിന് പിന്നിലെ കാരണം. ഒറ്റ മണ്ഡലം മതി എന്ന നിലപാടിലാണ് രാഹുൽ എന്ന് അടുത്ത വൃത്തങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രിയങ്ക കൂടി മത്സരിച്ചാൽ കുടുംബം മുഴുവൻ ഇറങ്ങി എന്ന BJP ആക്ഷേപത്തിന് ശക്തിയും കൂടും. തുടർന്ന് അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ കുടുംബ പാർട്ടി എന്ന ആക്ഷേപം ശക്തമാക്കുകയും ചെയ്യും. എന്നാൽ 2 മണ്ഡലങ്ങളിലും മറ്റു പേരുകൾ തൽക്കാലം പരിഗണനയിലില്ലെന്ന് നേതൃത്വം പറയുന്നത്. നാളെ ഉച്ചയോടെങ്കിലും പ്രഖ്യാപനം നടക്കുകയും വേണം. 24 മണിക്കൂർ.